നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിനെ മൂന്നാം തവണയും പിണറായി വിജയൻ തന്നെ നയിക്കും. തുടർച്ചയായി 2 ടേം കഴിഞ്ഞ പിണറായി വിജയന് ഇളവ് കൊടുക്കും. പ്രചാരണം നയിക്കുന്നത് പിണറായി വിജയനായിരിക്കുമെന്നും മറ്റു പേരുകളൊന്നും ഇപ്പോൾ പരിഗണനയില്ലെന്നും സിപിഎം കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കുന്നു. 24 വീക്ക് ബ്രേക്കിംഗുമായി തിരുവനന്തപുരത്ത് ആർ ശ്രീജിത്ത് ചേരുന്നു. പറയൂ ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. SK നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ സിപിഐഎമ്മിനെയും LDFിനെയും ആര് നയിക്കുമെന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ നേതൃമാറ്റം ഉണ്ടാകുമോ എന്ന തരത്തിലുള്ള ചർച്ചകളും മറ്റും LDFിന്റെ കേന്ദ്രങ്ങളിൽ വളരെ സജീവമായിരുന്നു. എന്നാൽ അത്തരം സംശയങ്ങൾക്കും അത്തരം അഭ്യൂഹങ്ങൾക്കുമെല്ലാം വിരാമമിടുകയാണ് സിപിഐഎമ്മിന്റെ കേന്ദ്ര നേതൃത്വം. ഈ തെരഞ്ഞെടുപ്പിലും, അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും സിപിഐഎമ്മിനെ LDFിനെ കേരളത്തിൽ പിണറായി വിജയൻ തന്നെ നയിക്കുമെന്നാണ് കേന്ദ്ര നേതൃത്വം ഇപ്പോൾ നൽകുന്ന വിവരം. കാരണം മറ്റു പേരുകളാരും സിപിഐഎം ഇപ്പോൾ പരിഗണിക്കുന്നില്ല. പല പേരുകളും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നു വരുന്നെങ്കിലും പ്രചാരണത്തിൽ LDFിനെയും സിപിഐഎമ്മിനെയും നയിക്കാൻ പോകുന്നത് പിണറായി വിജയൻ തന്നെ ആയിരിക്കുമെന്ന് കേന്ദ്ര നേതൃത്വം അടിവരയിട്ട് പറയുകയാണ്. മറ്റൊരു പേരുകളും പരിഗണിക്കുന്നില്ല. പിണറായി വിജയന് 2 ടേം തുടർച്ചയായി അദ്ദേഹം ധർമ്മടത്ത് നിന്ന് മത്സരിക്കുകയാണ്. 2 ടേം നിബന്ധന നേരത്തെ സിപിഐഎമ്മിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ 2 ടേം നിബന്ധന കർശനമായിരിക്കില്ല എന്ന് മാത്രമല്ല, പിണറായി വിജയന് മൂന്നാമതും മത്സരിക്കാനുള്ള ഇളവ് നൽകും. ഇനി എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ അത് പിണറായി വിജയന്റെ വ്യക്തിപരമായ താല്പര്യമനുസരിച്ചായിരിക്കുമെന്നാണ് നമുക്ക് പാർട്ടി കേന്ദ്രങ്ങളിൽ ലഭിക്കുന്ന വിവരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം അവലോകനം ചെയ്യാൻ ചേർന്ന സിപിഐഎമ്മിന്റെ ഈ നേതൃയോഗങ്ങളിൽ, പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടറി യോഗങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്ര നേതൃത്വം ചില സൂചനകൾ നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. എന്തായാലും പിണറായി വിജയന് പകരം വെക്കാൻ മറ്റൊരു പേരില്ല. 2016 2021 LDFിനെ നയിച്ച് വിജയത്തിലെത്തിച്ചത് പിണറായി വിജയനായിരുന്നു. 2014 തെരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദൻ മത്സരിച്ചിരുന്നെങ്കിലും പിണറായി തന്നെയായിരുന്നു പ്രചരണത്തിന് നായകൻ. ഇത്തവണയും അതുപോലെ തന്നെ മൂന്നാം തവണയും കേരളത്തിൽ അധികാരം ലക്ഷ്യമിട്ട് നീങ്ങുന്ന LDFിനെ സിപിഐഎമ്മിനെ നയിക്കുക പിണറായി വിജയൻ തന്നെയായിരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന കൃത്യമായ വിവരം. ശ്രീജിത്തെ, കേരളത്തിൽ പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഒക്കെ തന്നെ ഇപ്പോൾ ചില സർവേകൾ നടക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സർവേകളാണ് പല മുന്നണികളും രഹസ്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം സർവേകളിൽ വന്ന ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റോ ആണോ പിണറായി തന്നെ നയിക്കണം എന്ന് പാർട്ടിയുടെ ഉന്നതങ്ങൾ തീരുമാനിക്കാൻ കാരണം? SK സിപിഐഎം ആഭ്യന്തരമായി ചില ഏജൻസികളെ ഉപയോഗിച്ചും മറ്റും ചില സർവേകളൊക്കെ നടത്തിയിരുന്നു. എന്നാൽ അപ്പോഴും ജനപ്രീതിയുള്ള നേതാവ് എന്ന നിലയിൽ പിണറായി വിജയന്റെ പേര് തന്നെയാണ് സിപിഐഎമ്മിൽ ഒന്നാമതായി നിൽക്കുന്നത്. മറ്റു പേരുകളൊക്കെ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ പോലും അവർക്കൊന്നും പിണറായി വിജയനെ പോലെ തന്നെ അത്രയൊരു കരുത്തുറ്റ നേതൃത്വത്തിന്റെ പ്രതീകമായിട്ട് അവരെ കണക്കാക്കുന്നില്ല. അത്രത്തോളം ജനപിന്തുണ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിലും ഏതെങ്കിലും പ്രത്യേക സർവേയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, 2 വട്ടം വിജയത്തിലെത്തിച്ച നായകൻ തന്നെ മൂന്നാമതും പാർട്ടിയെയും മുന്നണിയെയും നയിക്കട്ടെ എന്ന കൃത്യമായൊരു വിശ്വാസമാണ്, അത്തരമൊരു താല്പര്യമാണ് കേന്ദ്ര നേതൃത്വത്തെ ഇത്തരമൊരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. പിണറായി വിജയന് അനുകൂലമായിട്ടുള്ള ഘടകം അദ്ദേഹത്തിന്റെ ഈ നേതൃശേഷി തന്നെയാണ്. പിണറായി വിജയൻ അല്ലെങ്കിൽ പാർട്ടിയുടെ അല്ലെങ്കിൽ LDFിന്റെ ഒരു കരുത്ത് ചോർന്നു പോകുന്ന തരത്തിലുള്ള ഒരു ചർച്ചകളും മറ്റും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പിണറായി തന്നെ പ്രചരണം നയിക്കട്ടെ, ബാക്കി സർക്കാർ രൂപീകരണ കാര്യത്തിൽ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് ആലോചിക്കാം എന്നൊരു ധാരണയാണ് സിപിഐഎമ്മിന്റെ കേന്ദ്ര നേതൃത്വത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി തന്നെ പ്രചരണം നയിക്കും, ബാക്കി കാര്യങ്ങൾ പിന്നീട്. അതാണ് സിപിഐഎമ്മിന്റെ പൊതുവിലുള്ള സമീപനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.